കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മുമ്പിലേക്ക് എത്തുന്ന ഓപ്ഷൻ ലിസ്റ്റുകളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ, കോളേജ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, കോഴ്സുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, കോഴ്സുകളുടെ സ്ട്രീം എന്താണ്, കോഴ്സുകളുടെ സീറ്റ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഫീ കാറ്റഗറിയിലുള്ള വ്യത്യാസം, ഇതിൽ ചില അബദ്ധങ്ങളുണ്ട്. നമ്മൾ കൃത്യമായി ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി നൽകിയില്ലെങ്കിൽ ഒന്നാം ഘട്ടം മുതൽ ലാസ്റ്റ് ഘട്ടം വരെയുള്ള അലോട്ട്മെൻറ്റുകളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിഗണന ലഭിക്കില്ല. പലപ്പോഴും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഓപ്ഷൻ ലിസ്റ്റിൻ്റെ പരിമിതികൾ കൊണ്ട് പുറത്തു പോകാനും സാധ്യതയുണ്ട്. നമസ്കാരം, സെബാസ്റ്റ്യനാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റ് നടപടികളുടെ ആദ്യഘട്ടമായി ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് അടയ്ക്കേണ്ട തുക അടച്ച് ഓപ്ഷൻ പോർട്ടലിൽ എൻ്റർ ചെയ്യുക. 2-ാം തീയതി ഓപ്ഷൻ വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം ധാരാളം എൻക്വയറീസ് ഈ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഏതാണ്ട് 300-ലധികം ഓപ്ഷനുകളാണ് വിദ്യാർത്ഥികൾ ഈ ഒരു ദിവസം കൊണ്ട് മാത്രം എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. പല ഓപ്ഷനുകളും പരിശോധിക്കുന്ന സമയത്ത് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങൾ അതിനകത്തുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ചില ആളുകൾക്കുള്ള കൺഫ്യൂഷൻ ആ ഓപ്ഷനുകളിലുണ്ട്. പലർക്കും ഇപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും ധാരണയില്ല. അതായത് കോളേജ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, കോഴ്സുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, കോഴ്സുകളുടെ സ്ട്രീം എന്താണ്, കോഴ്സുകളുടെ സീറ്റ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഫീ കാറ്റഗറിയിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊന്നും കൃത്യമായിട്ട് പലർക്കും മനസ്സിലായിട്ടില്ല. പലരും തങ്ങൾക്ക് കുറച്ച് കോളേജുകളുടെ പേരറിയാം, കുറച്ച് കോഴ്സുകളുടെ പേരറിയാം, അത് വെച്ചിട്ടൊരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൽ ചില അബദ്ധങ്ങളുണ്ട്. നമ്മൾ കൃത്യമായി ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി നൽകിയില്ലെങ്കിൽ ഒന്നാം ഘട്ടം മുതൽ ലാസ്റ്റ് ഘട്ടം വരെയുള്ള അലോട്ട്മെൻറ്റുകളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിഗണന ലഭിക്കില്ല. പലപ്പോഴും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഓപ്ഷൻ ലിസ്റ്റിൻ്റെ പരിമിതികൾ കൊണ്ട് പുറത്തു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അതിലേക്ക് നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഇൻഫർമേഷൻസ്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല പോലെയോ അല്ലെങ്കിൽ മറ്റ് പല മേഖലയെ പോലെയോ അല്ല എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ നടപടിക്രമം. വിവിധ കോഴ്സുകളാണ് UG തലത്തിലുള്ളത്. UG തലത്തിൽ തന്നെ നമുക്ക് നമ്മളുടെ സ്പെഷ്യലൈസേഷൻസ് തുടങ്ങുന്നു എന്നുള്ളതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിലാണെങ്കിൽ നമ്മൾ അലോപ്പതി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ MBBS മാത്രമാണ് ഒരു ഓപ്ഷൻ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസോ മെക്കാനിക്കലോ സിവിലോ തുടങ്ങി വിവിധ മേഖലകൾ, വിവിധ തൊഴിൽ മേഖലകളിലേക്ക് പോകുന്ന രീതിയിലുള്ള സ്പെഷ്യലൈസേഷനുകൾ ലഭ്യമാണ്. ഇത്തരത്തിൽ സ്പെഷ്യലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മൈക്രോ സ്പെഷ്യലൈസേഷൻ വരെ ലഭ്യമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. വളരെ നാരോ ബാൻഡഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷനും ഉണ്ട്, വളരെ ബ്രോഡ് ബാൻഡഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷനും ഉണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ ഓപ്പൺ ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷനാണ്. ആ സ്പെഷ്യലൈസേഷൻ തന്നെ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വളരെ ബ്രോഡായിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയിലേക്ക്. അതുപോലെ തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു മേഖലയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന രീതിയിൽ സ്പെഷ്യലൈസേഷൻ അനുവദിക്കുന്ന പ്രോഗ്രാമുകളുണ്ട്. ഇത്തരത്തിൽ സ്പെഷ്യലൈസേഷനുകൾക്കിടയിലും ചില പ്രത്യേകതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്പെഷ്യലൈസേഷനുകൾ തിരഞ്ഞെടുക്കേണ്ടത്. പ്രധാനമായിട്ടും കുട്ടികളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം എഞ്ചിനീയറിംഗ് സ്ട്രീം തിരഞ്ഞെടുക്കുന്നതിലാണ്. എഞ്ചിനീയറിംഗ് സ്ട്രീമുമായി ബന്ധപ്പെട്ട വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതൊരു റെഫറൻസ് ആയിട്ട് നോക്കുന്നത് നന്നായിരിക്കും. എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട സ്ട്രീമാണോ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട സ്ട്രീമാണോ, അത് ഇനി സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടാണോ, ഇലക്ട്രോണിക്സോ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട സ്ട്രീമാണോ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണോ, നേവൽ ആർക്കിടെക്ചർ ആണോ, ഇനി മറൈൻ എഞ്ചിനീയറിംഗ് ആണോ, ഇങ്ങനെ തുടങ്ങി, അതോ ഇനി ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണോ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണോ, ഇങ്ങനെ തുടങ്ങി ധാരാളം സ്പെഷ്യലൈസേഷനുകൾ ഇതിനകത്ത് ലഭ്യമാണ്. അപ്പോൾ പലർക്കും പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ പല സ്പെഷ്യലൈസേഷനുകൾ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഓപ്ഷനുകൾ കൊടുക്കാൻ ശ്രമിക്കും. അത് തെറ്റ് എന്നല്ല, പക്ഷേ അവ എങ്ങനെ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒന്നിലധികം സ്പെഷ്യലൈസേഷനുകളോ ഒന്നിലധികം എഞ്ചിനീയറിംഗ് സ്ട്രീമുകളോ പരിഗണിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അവയിലൊക്കെ ഏത് രീതിയിലാണ് ഓപ്ഷനുകൾ വരാൻ സാധ്യതയുള്ളത് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. ഇതിനെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്താൽ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് സ്ഥാപനമാണ്, രണ്ടാമത്തെ പരിഗണന കോഴ്സാണ്, മൂന്നാമത്തെ പരിഗണന കോഴ്സിലെ സ്പെഷ്യലൈസേഷനാണ്, നാലാമത്തെ പരിഗണന ഓരോ കോഴ്സുകളിലെയും സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ സാധ്യതകളാണ്. അവിടെ വിവിധ കാറ്റഗറികളുണ്ട്. റിസർവേഷൻ ബെനിഫിറ്റ് ഉള്ളതാണെങ്കിൽ അത് പരിഗണിക്കണം. ഒന്നിലധികം ഫീ സ്ട്രക്ചറുകളുള്ള കോഴ്സുകളുണ്ട്. ഇപ്പോൾ മെറിറ്റ് ഫീ ഉണ്ട്, മെറിറ്റ് ലോവർ ഫീ ഉണ്ട്, ഹയർ ഫീ ഉണ്ട്. മാനേജ്മെൻറ്റ് സീറ്റിനൊരു ഫീ ആണ്, എയ്ഡഡ് കോളേജിലെയും ഗവൺമെൻറ് കോളേജിലെയും സീറ്റിനൊരു ഫീ ആണ്. ഇങ്ങനെ ഫീ കാറ്റഗറി മുതൽ കമ്മ്യൂണിറ്റി റിസർവേഷൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതിനുള്ള കാറ്റഗറി മുതൽ കോഴ്സുകളുടെ സ്പെഷ്യലൈസേഷനിൽ വരുന്ന കാറ്റഗറികളിൽ ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ ഓരോന്നും പരിഗണിക്കേണ്ടത് എന്തൊക്കെയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ
കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ഇത്രയധികം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ചില സംശയങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ സംശയങ്ങൾ പരിഹരിക്കാനായിട്ട് നിങ്ങൾ സമീപിക്കുന്ന ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം. പലപ്പോഴും വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ, തങ്ങൾ ഈ കാര്യങ്ങളിലെ സംശയങ്ങൾ ചെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ലാത്ത ആളുകളാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവരുടേതായ ഒരു നിഗമനം അനുസരിച്ച് ഒരു സജഷൻ കൊടുക്കും. ആ സജഷൻ ഉൾപ്പെട്ട രീതിയിൽ അവർ ഓപ്ഷൻസ് തയ്യാറാക്കി ഫൈനൽ ലിസ്റ്റ് ചെയ്യും. നിർഭാഗ്യവശാൽ ആ കിട്ടിയ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ കിട്ടിയ സജഷൻസ് ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതല്ല എന്നുള്ളത് കൊണ്ട് അതിന് ചില പോരായ്മകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ മികച്ച ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെൻറ്ററുകളുണ്ട്. അവയിൽ പലതിലും ധാരാളം എക്സ്പേർട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ സേവനം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ കോളേജുകളെക്കുറിച്ചും കോഴ്സിനെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ ആദ്യം അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓപ്ഷൻസ് തയ്യാറാക്കേണ്ടത്. ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓപ്ഷൻസ് തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ധാരാളം സംശയങ്ങളുണ്ടാകും, സ്വാഭാവികമാണ്. ആ സംശയങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് കൃത്യമായി ഈ ഓപ്ഷൻ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടുള്ള, എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഘടന മനസ്സിലാക്കിയിട്ടുള്ള, എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കോഴ്സുകളിലുള്ള സ്ട്രീമുകളിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ടുള്ള, ഓരോ കോഴ്സുകളിലെയും സീറ്റ് ഘടനയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളോടാണ് സംശയം ചോദിക്കേണ്ടതും അവരിൽ നിന്നാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു മികച്ച ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ഓപ്ഷൻ ലിസ്റ്റ് പ്രകാരം ട്രയൽ അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും ഓപ്ഷൻസ് പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഓപ്ഷൻ ലിസ്റ്റ് പുനഃക്രമീകരിക്കേണ്ടി വരുമ്പോൾ വെറുതെ അങ്ങ് ഓപ്ഷൻ ലിസ്റ്റ് പുനഃക്രമീകരിക്കുകയല്ല ചെയ്യേണ്ടത്. ഏത് റാങ്ക് വരെയാണ് അലോട്ട്മെൻറ്റ് വന്നത്, അടുത്ത മെയിൻ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക, ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓപ്ഷൻസ് പുനഃക്രമീകരിക്കേണ്ടത്. ഞാൻ പറഞ്ഞത്, ഒരിക്കലും നമ്മൾ കൃത്യമായി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഓപ്ഷൻസ് തയ്യാറാക്കി അങ്ങനെ നൽകിയ ഓപ്ഷൻസിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ വന്നില്ല എന്ന് കരുതിയിട്ട് അത് ആകെ മാറ്റിമറിക്കുകയല്ല ചെയ്യേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയപരിധി കഴിയുന്നതിന് മുമ്പാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരിക. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ അവിടെ വന്നിട്ടില്ല. ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയപരിധി കഴിയാത്തത് കൊണ്ട് തന്നെ പുനഃക്രമീകരണങ്ങൾ ഒരുപാട് വരും. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് മെയിൻ അലോട്ട്മെൻറ്റ് വരുമ്പോൾ വലിയ വ്യത്യാസമുള്ള ഒരു റിസൾട്ടായിരിക്കും വരിക. ആലോചനയോടെ നമ്മളെടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓപ്ഷൻ ലിസ്റ്റുകൾ വെറുതെ അങ്ങ് മാറ്റിമറിക്കരുത്. ട്രയൽ അലോട്ട്മെൻറ്റിലെ ട്രെൻഡും സാധ്യതകളും മെയിൻ അലോട്ട്മെൻറ്റ് വരുമ്പോൾ എന്ത് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഓപ്ഷൻ ലിസ്റ്റ് പുനഃക്രമീകരിക്കാവൂ. അപ്പോൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതാണെങ്കിലും ഓപ്ഷൻ ലിസ്റ്റ് ക്രമീകരിക്കുന്നതാണെങ്കിലും വേണ്ടത്ര ശ്രദ്ധയോടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. നമ്മളുടെ കയ്യിൽ ഒരു റാങ്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കൊരു മികച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. നമ്മൾ എങ്ങനെ ഒരു മികച്ച രീതിയിൽ വളരെ പ്ലാൻഡ് ആയിട്ട് ഓപ്ഷൻസ് തയ്യാറാക്കി നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു അലോട്ട്മെൻറ്റ് വരുന്നത്. ഇതൊരു ഗെയിമിൻ്റെ രീതിയിൽ കണ്ടാൽ മതി. നമ്മളുടെ കയ്യിൽ ഒരു റാങ്ക് ഉണ്ട്, കിട്ടാവുന്ന സാധ്യതകളെല്ലാം പരിഗണിച്ചുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ആ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നായി ഓരോ ഘട്ടത്തിലും നമ്മൾക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച അലോട്ട്മെൻറ്റുകൾ വരുന്നു. ആദ്യ 2 ഘട്ടത്തിലെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അഡ്മിഷനിലേക്ക് പോകുമ്പോൾ ഒരു കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു. പിന്നീട് അടുത്ത ഘട്ടത്തിലെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ മികച്ച ഒരു ഓപ്ഷനിലേക്ക് പുനഃക്രമീകരിക്കപ്പെടുന്നു. ആ മികച്ച ഓപ്ഷനിൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നു, സീറ്റ് അപ്ഗ്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ് ഫ്ലോ. ഇത് കഴിഞ്ഞിട്ട് സ്റ്റേ വേക്കൻസി വരുമ്പോൾ അതിനകത്തും നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ഓപ്ഷനുകൾ നമ്മുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടാവണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് മികച്ച രീതിയിലുള്ള ഒരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും മികച്ച ഒരു കോളേജും കോഴ്സും ഒക്കെ കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.